പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി BBA എടുത്തു കഴിഞ്ഞ് MBA ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് തുടങ്ങണം അതിയായ ആഗ്രഹമുണ്ട്, ഞാൻ ഇതൊക്കെ പഠിച്ചാൽ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. BBA എടുക്കാൻ കൺഫ്യൂസ്ഡ് ആളുകളുണ്ടാവും. അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പ്രധാനപ്പെട്ടമായി രണ്ട് വിഭാഗം ആളുകളാണ് ഞാൻ ഈ BBA അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് സൈഡിലേക്കുള്ള കോഴ്സുകൾ എടുക്കാൻ പോവുക, അല്ലെങ്കിൽ അവരോടാണ് നമ്മൾ പറയാറുള്ളത്. കാരണം ഒന്ന്, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ട് ബിസിനസ് മാനേജ് ചെയ്യണം, തുടങ്ങണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം, ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് BBA എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ BBA എടുത്ത് MBA ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഒരു പ്രൊഫഷണൽ ബിസിനസ് മാനായിട്ട് മാറാൻ പറ്റും. മറ്റൊന്നാണ്, നിങ്ങൾക്കൊരു ഒരു കമ്പനിയുടെ മാനേജിങ് റോളുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന ആളുകൾ, ടീം ബിൽഡിങ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഒരു കമ്പനിയുടെ എന്താ പറയുക ഒരു എംപ്ലോയി, ഒരു C ലെവൽ എംപ്ലോയി ലെവലിലൊക്കെ നിങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BBA കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതായത് ഒരു കമ്പനി മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു എല്ലാവർക്കും എടുക്കാൻ പറ്റിയ കോഴ്സാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല സമയത്ത് ചോദിക്കുന്നുണ്ട്, പല ആളുകളും ചോദിക്കുന്നുണ്ട്. ഇതിൽ സത്യത്തിൽ ഞാൻ എൻ്റെ MBA കഴിഞ്ഞ ആളാണ്, ഞാൻ MBA എടുത്ത ആളാണ്. അപ്പോൾ എനിക്കിത് പറയാം, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ഒറ്റൊരു സ്കില്ല് മാത്രം പറയാം. ഇപ്പോൾ ഞാൻ ഒരു ടെക്കിയായി നമുക്ക് മാറണം, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഏരിയ നല്ല ഇൻട്രസ്റ്റ്, IT ടെക്നോളജി കാര്യങ്ങൾ നല്ല ഇൻട്രസ്റ്റഡ് ആയാൽ മതി. പക്ഷേ ഒരു MBA എടുത്ത് ഒരു മാനേജർ ആവുമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഏരിയയിലും നല്ല സ്കില്ലാണ്. എല്ലാ ഏരിയ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് വേണം, നമുക്ക് ടീം മാനേജ്മെൻറ്റ്, പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ല് വേണം, നമുക്ക് നന്നായിട്ട് ആളുകളെ, അതായത് ഓരോ ആളുകളെയും കൃത്യമായിട്ട് കാര്യങ്ങൾ അതായത് ഒരു സെയിൽസ് സ്കിൽ നമുക്ക് ആവശ്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സെയിൽസ് സ്കിൽ ആവശ്യമുണ്ട്. ആളുകളെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയണം. ഇനി അതൊന്നുമല്ല, നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഡാറ്റ കൃത്യമായി ഓരോ ബിസിനസ്സിന്, എല്ലാ ബിസിനസ്സിനും ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ഡാറ്റയും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഡാറ്റ അനലൈസിങ് സ്കില്ല് വേണം. അപ്പോൾ അങ്ങനെ അനലിറ്റിക്കൽ സ്കില്ല്, അതുപോലെ തന്നെ ഡിജിറ്റലി പുതിയ കാലത്തുള്ള മാർക്കറ്റിംഗ് സൈഡ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാനേജർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നിലധികം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്കില്ലുള്ള ആളുകളൊക്കെയാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുക. അതായത് BBA എടുത്ത് MBA പോകാൻ സജസ്റ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ സ്കില്ലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണം, ടീമിനെ മാനേജ് ചെയ്യണം, ആളുകളെ ഇൻട്രാക്ട് ചെയ്യണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ കോഴ്സാണ് BBA അല്ലെങ്കിൽ MBA എന്ന് പറയുന്നത്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്നതിന് വിഷയമൊന്നുമില്ല. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരു കമ്പനി, നിങ്ങളിപ്പം BBA കഴിഞ്ഞു, MBA കഴിഞ്ഞു, ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ജോലിക്ക് നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു മാനേജിങ് പോസ്റ്റിനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. ആ മാനേജിങ് പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സ്കിൽ നമുക്ക് വേണം. കാരണം ഒരു കമ്പനിയുടെ കൾച്ചറും അല്ല മറ്റൊരു കമ്പനിക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഡിഫറൻറ്റ് കൾച്ചറിലേക്ക് മാറുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിയും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് പെട്ടെന്ന് ഒരാൾക്ക് എടുത്തിട്ട് എന്തെങ്കിലും ആവാൻ പറ്റുമോ വെച്ചാൽ, കാരണം നമ്മൾ ഇതിൽ പഠിക്കുക തിയറി മാത്രമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BCA കേസ് പറഞ്ഞാൽ തന്നെ എല്ലാത്തിലും നമ്മൾ പ്രാക്ടിക്കലി സ്കിൽഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങൾ BBA എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് BBA എടുക്കുന്ന ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കുറേ ടേംസ് കാര്യങ്ങൾ നമുക്ക് തിയറിയിൽ പഠിക്കാൻ പറ്റും. ബിസിനസ്സിന് കുറേ ടേംസ് കാര്യങ്ങളൊക്കെ തിയറി പഠിക്കാൻ പറ്റും. എല്ലാത്തിൻ്റെയും ബേസിക്സ്, ഫൈനാൻസിൻ്റെ ബേസിക്സ്, അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, ഇതിനൊക്കെ ബേസിക്സ് നമുക്ക് BBA എന്ന് പഠിക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വലിയൊരു ബിസിനസ്മാൻ ആവുമെന്ന് മാറുമോ വെച്ചാൽ ഒരിക്കലുമില്ല. മറിച്ച് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന പോലെ തന്നെ, കോളേജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, കോളേജിൽ നിങ്ങളൊരു BBA, ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു, BBA എടുത്ത് കോളേജിൽ പോകാമെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ കോളേജിൽ നടക്കുന്ന അതായത് ഒരു ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങൾ, അതിൻ്റെ ക്ലബ്ബുകളുണ്ട്, IDC ക്ലബ് പോലത്തെ ക്ലബ്ബുകളുണ്ട്, ബിസിനസ് റിലേറ്റഡ് ആക്ടിവിറ്റികളുണ്ട്, അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ നിരവധി പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഹാഡിൽ ഗ്ലോബൽ പോലത്തെ ട്രിവാൻഡ്രത്ത് എല്ലാ വർഷവും ഹാഡിൽ ഗ്ലോബൽ പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ IDC സമ്മിറ്റുകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് ആക്ടിവിറ്റികൾ നമ്മൾ എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കോളേജിൽ നടക്കാൻ പോകുന്ന എല്ലാ പരിപാടി, ഞാൻ പറയുന്നത് എല്ലാ കോർഡിനേഷൻ പരിപാടി, മാനേജ്മെൻറ്റ് പരിപാടി, പീപ്പിൾ ആളുകളെ മാനേജ് ചെയ്യാനുള്ള അവസരങ്ങൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയങ്ങൾ, ലീഡർഷിപ്പ് റോൾ ഏറ്റെടുക്കാൻ പറ്റുന്ന സമയങ്ങൾ, ഇങ്ങനെയൊക്കെ സമയങ്ങൾ നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള. കാരണം എന്നാലും മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കലി ഇതൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയറിയൊക്കെ പഠിച്ച് നമ്മൾ കുറേ തിയറി പഠിക്കും, BBAയിലും കുറേ അക്കൗണ്ടിങ്, കുറേ ലോകൾ പഠിക്കും, കുറേ HR ലോകൾ പഠിക്കും, അതുപോലെ തന്നെ എന്താണ് ബിസിനസ്സിന് കുറേ മാർക്കറ്റിംഗ് കാര്യങ്ങൾ പഠിക്കും. ഇതൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞോളെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം എന്താ, നമ്മൾ തിയറി അറിയുന്നുണ്ടാവില്ല, പ്രാക്ടിക്കൽ സ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പ്രാക്ടിക്കലി ഇന്നത്തെ കാലത്ത് എന്തൊക്കെ സ്കിൽ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഒന്നും വേണ്ട, നിങ്ങൾ ChatGPT എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഒരു കരിയർ അഡ്വൈസർ എടുത്ത് പോയിട്ട്, അതായത് പല കോഴ്സുകൾ ഉണ്ടാവും, അവരുടെ അക്കൗണ്ടിങ്, ഫൈനാൻസ്, ഷോർട്ട് ടൈം കോഴ്സുകൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും, അതിൻ്റെ ആളുകളുണ്ടാവും സംസാരിക്കാൻ. അപ്പോൾ ഇവരോട് ചോദിച്ചിട്ട് ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവർ ഇതിനെ സജസ്റ്റ് ചെയ്യുക, അതായത് നിങ്ങൾ ഈ കോഴ്സ് എടുത്തോ, നിങ്ങളുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, സർട്ടിഫിക്കറ്റ് കിട്ടും എന്നൊക്കെ പറയും. ഞാൻ പറയാം, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഒരിക്കലും നിങ്ങളൊരു കോഴ്സിലേക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല. ഞാൻ പറയുന്നത് ഇതിൻ്റെ റിയാലിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത്തരം കോഴ്സുകൾ പോയാൽ മതി. അതിൻ്റെ റിയാലിറ്റി സൈഡാണ് ഞാൻ പറയുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഇത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ഏജന്റിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ഒരിക്കലും കരിയർ അഡ്വൈസ് എടുക്കരുത്. അവർ ആ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഇപ്പം BBA അല്ലെങ്കിൽ MBA എടുക്കാൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, പ്ലസ് ടു കഴിഞ്ഞിട്ട്
നിങ്ങൾക്ക് ഐ എംസിൽ ഇതുവരെ കുറച്ച് കാലം വരെ +2 കഴിഞ്ഞ് ഡയറക്റ്റ് ഐ എംസിൽ കയറാൻ കഴിയില്ലായിരുന്നു. ഒരു ഡിഗ്രി ബാച്ചിലർ ഡിഗ്രി ഐ എമ്മിൽ കയറാൻ വേണമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് കുറച്ച് ഐ എംസ്, അതായത് ഐ എം ഇൻഡോർ, ഐ എം റോഹ്ടക്, റാഞ്ചി, അതുതന്നെ ബോധ്ഗൈ, ജമ്മു, ഇത്തരം ഐ എംസിലൊക്കെ തന്നെ IPM എന്ന് പറഞ്ഞ പ്രോഗ്രാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് +2 കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ IPM എക്സാംസ്, എൻട്രൻസ് എക്സാം എഴുതിയിട്ട് കയറാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് MBA ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി വേണം, ക്യാറ്റ് ചെയ്തിട്ട് IIMൽ കയറുക. അപ്പോൾ ഏറ്റവും നല്ലത് MBA ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം IIMs ആണ്. പിന്നെ IITs ഉണ്ട്, NITs ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇത്തരം നമ്മുടെ നാട്ടിൻപുറത്ത് ഏതെങ്കിലും കോളേജിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അത് ആദ്യം മനസ്സിലാക്കണം. കാരണം ഒന്നാമത്തെ കാര്യം ബിസിനസ് പഠിക്കുക, നമ്മൾ പഠിക്കും ഇതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ വലിയ ബിസിനസ്മാൻ ആവും, എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. പക്ഷേ ബിസിനസ് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്, ടീച്ചേഴ്സാണ്. ഇവർ ഒരിക്കലും ഒരു ബിസിനസ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരൊന്നും ആയിക്കോളന്നില്ല. അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്. ഒരു 1-2% ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന ആളുകൾ. അപ്പോൾ ബിസിനസ്സിലെ പ്രാക്ടിക്കൽ നോളജ് ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല, തിയറി മാത്രമാണ് പറയുക. അപ്പോൾ നിങ്ങൾക്കും തിയറി കിട്ടുള്ളൂ. അപ്പോൾ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ ബിസിനസ്മാൻ ആവും എന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് എടുക്കാൻ പോകുന്നതെങ്കിൽ ഒരിക്കലും എടുക്കരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജ് എത്തി, ഇപ്പോൾ നിങ്ങൾ BBA കഴിഞ്ഞ് MBA എത്തിപ്പോയാൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഒരു സ്റ്റാർട്ടപ്പ് നിങ്ങൾ സ്വന്തമായി തുടങ്ങുക കോളേജിൽ നിന്ന്. കാരണം ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, കോളേജാണ് ഏറ്റവും നല്ല സമയം, സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റിയ സമയം കോളേജാണ്. കാരണം കോളേജിലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന അത്രത്തോളം സപ്പോർട്ടും ഫണ്ടും ഒന്നും പിന്നെ അത് കഴിഞ്ഞാൽ കിട്ടില്ല. സ്റ്റാർട്ടപ്പ് മിഷന്, IEDC പോലുള്ള ക്ലബ്ബുകൾ, ഇതൊക്കെ കേരളത്തിലെ പല എന്താ പറയുക ഇൻവെസ്റ്റേഴ്സും ഇതിനു വേണ്ടി റെഡിയാണ്. നിങ്ങൾ നല്ല ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് നല്ല എക്സിക്യൂഷൻ കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നിങ്ങൾ സപ്പോർട്ട് റെഡിയാണ്. അപ്പോൾ ഇത്തരം ഓപ്പർച്യൂണിറ്റികൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ബിസിനസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി അതല്ല നിങ്ങളൊരു മാനേജറായിട്ട് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സ്കില്ലുകൾ നിങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സ്കില്ല് നേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഏരിയയിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മളൊരു ഒരു ഏത് കോഴ്സാണെങ്കിലും ഇറ്റ്സ് ഓൾ അബൌട്ട് സ്കിൽ. നമുക്ക് എന്ത് സ്കില്ലാണുള്ളത്? നമുക്ക് കുറേ തിയറിയും കുറേ അതിൻ്റെ ലോസും റൂൾസും ഒക്കെ അറിഞ്ഞതുകൊണ്ട് സർട്ടിഫിക്കറ്റ് നല്ല മാർക്കും ഉണ്ട്. അപ്പോൾ ഒരിക്കലും MBA ഒക്കെ നല്ല മാർക്ക് വാങ്ങി കിട്ടുമോ, ജോലി കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നെങ്കിലും അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ സ്കിൽ അതിന് വേണമെന്നുള്ള കൃത്യമായി പഠിച്ച ശേഷം മാത്രം ഏത് കോഴ്സ് ചൂസ് ചെയ്യുക. ഒരിക്കലും ഒരാൾ ട്രാപ്പിൽ വീണുപോകാൻ പാടില്ല. ട്രാപ്പ് മീൻസ് നമുക്കറിയാം, ഇന്ന് ഒരുപാട് +2 കഴിഞ്ഞവർക്ക് പല സ്ഥാപനങ്ങളുണ്ട്, ഷോർട്ട് ടൈം കോഴ്സുകൾ, HR കോഴ്സുകൾ, കോഡിംഗ് കോഴ്സുകൾ, ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്യം ഇങ്ങനെ കാണാം നമ്മൾ. അതായത് ജോലി ഇത്ര കിട്ടി, ഇത്ര ലക്ഷം ശമ്പളം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരസ്യം കാണുന്നുണ്ട്. പക്ഷേ ആ ശമ്പളത്തിന് വേണ്ടി നിങ്ങൾ പോയി ആ കോഴ്സ് എടുക്കരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇത് നമുക്ക് ഇവർ നല്ല ഫീസ് ഇതിന് മേടിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു ജോലി തരാമെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ കോഡിംഗ് പഠിച്ചാൽ നല്ല ജോലി എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. HR പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ജോലി ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഈ സാലറിയുടെ അളവ് കണ്ടിട്ട് നിങ്ങൾ എന്താകാൻ പാടില്ല, ഈ ഒരു കോഴ്സ് എടുക്കാൻ പാടില്ല. പകരം നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടോ, ട്രൂലി താല്പര്യമുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കോഴ്സ് ഏത് കോഴ്സായാലും ചൂസ് ചെയ്യാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി കിട്ടും, ചിലപ്പോൾ ജോലി കിട്ടും, കുറച്ച് സാലറി ഒക്കെ മേടിക്കും. പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അധികകാലം ജോലി തുടരാൻ കഴിയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു ലോങ് ടൈം വിഷൻ നിങ്ങൾ എപ്പോഴും ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഒരു കോഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് കമന്റ് ഇട്ടാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇനി എന്തായാലും താങ്ക് യു.